ബേപ്പൂരിലും ചാലിയത്തും കടലിലും കരയിലും ആകാശത്തും സാഹസികതയുടെയും വിനോദത്തിന്റെയും ആസ്വാദനത്തിന്റെയും വിസ്മയ വിരുന്നൊരുക്കി ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് 4ാം സീസണ് ഉജ്ജ്വല പരിസമാപ്തി. കടലിന്റെ ഓളപ്പരപ്പിൽ സാഹസിക കായിക വിനോദത്തിന്റെ വശ്യദൃശ്യങ്ങൾ ഇതൾ വിരിഞ്ഞപ്പോൾ വ്യോമസേന ഹെലികോപ്റ്ററുകളുടെ അഭ്യാസ പ്രകടനങ്ങൾ ആകാശത്ത് ഉദ്യോഗത്തിന്റെയും കൗതുകത്തിന്റെയും കാഴ്ചകൾ നിറച്ചു. റിപ്പോർട്ടിലേക്ക്. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയ ജനങ്ങൾക്ക് എന്നും ഓർത്തുവെക്കാവുന്ന മനോഹര മുഹൂർത്തങ്ങൾ സമ്മാനിച്ചാണ് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന്റെ 4ാം സീസണ് കൊടിയിറങ്ങുന്നത്. ബേപ്പൂർ മറീന തീരത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലെ ജനങ്ങളുടെ സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ പേരാണ് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് എന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ബേപ്പൂർ ലോകത്തിന്റെ ഭൂപടത്തിൽ ഉള്ളിടത്തോളം കാലം ഈ വാട്ടർ ഫെസ്റ്റ് ഉണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ഈ നാടിന്റെ ഉത്സവമാണ്. ബേപ്പൂർ ഇനി ഈ ലോകത്തിന്റെ ഭൂപടത്തിൽ ഉണ്ടാകുമോ അന്നൊക്കെ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റും ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ശക്തികൾക്കും ഈ നാടിന്റെ അനൈക്യം ആഗ്രഹിക്കുന്ന, ഈ നാട് സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ശക്തികൾക്കും ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് മുടക്കാനാകില്ല. കാരണം ഇത് ജനശക്തിയുടെ ഉത്സവമാണ്, ജനങ്ങളുടെ ഉത്സവമാണ്. ഈ ജനങ്ങളുടെ ഉത്സവം ഈ നാടുള്ള കാലത്തോളം ഉണ്ടാകും. സമാപന ചടങ്ങിൽ കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ചലച്ചിത്ര താരങ്ങളായ ബേസിൽ ജോസഫ്, സൗബിൻ ഷാഹിർ എന്നിവർ വിശിഷ്ടാതിഥികളായെത്തി. MLA-മാരായ അഹമ്മദ് ദേവർകോവിൽ, സച്ചിൻ ദേവ്, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ചെയർമാൻ SK സജീഷ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ഗവാസ്, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിശിഷ്ടാതിഥികൾക്കും വിവിധ സേനാ മേധാവികൾക്കും മന്ത്രി ഉപഹാരം സമ്മാനിച്ചു. വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.